ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ അടുത്ത് മാറ്റാൻ പറ്റുന്നത്? ഇതിന് കാരണമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇവരുടെ എല്ലാ സാഹചര്യങ്ങളും അറിയാം. പക്ഷേ അവർക്ക് അന്നേരം ചിലപ്പം ചിലർക്ക് ചേട്ടനെ മതി, ചിലർക്ക് ചേച്ചിയെ മതി, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട് ഭൂമി വിളർന്ന് താഴോട്ട് പോയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നത്. ഒരു അവസ്ഥ കൈകാര്യം ചെയ്തിട്ടുള്ളത് എത്രത്തോളമാണ് അനുഭവിച്ചവർക്കറിയാം, അത് അനുഭവിക്കുന്നവർക്കും അറിയാം. ഇപ്പോഴും നിലവിൽ വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നറിയാൻ വയ്യാണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരു മറുപടി കിട്ടാതെ ഒരുപാട് അനുഭവിക്കുന്ന പെൺപിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒന്നും സർവേ എടുക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ മിനിമം ആൾക്കാരെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിനും കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക. അല്ലാതെ ചുമ്മാ ഓരോ റൂമറുകൾ പരത്തുമ്പം നിങ്ങൾക്കെന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? അതുകൊണ്ട് സ്വന്തം വീട്ടിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യരും ഇങ്ങനെ കാണിക്കത്തില്ല. പക്ഷെ വല്ലവൻ്റെയും വീട്ടിൽ എന്ത് കാര്യം നടക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ എന്തുണ്ടായി, ഇപ്പുറത്തെ വീട്ടിൽ എന്തുണ്ടായി, സരളയുടെ മോളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നില്ലേ, ഇതൊക്കെ തിരക്കാൻ നടക്കുന്ന സമയത്ത് സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളോടോ ഒക്കെ പോയി ചോദിക്കുക, ഈ ജീവിതം നിങ്ങൾക്ക് ഓക്കെ ആണോ, നീ സന്തോഷമുണ്ടോ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചോദിച്ചറിയുക. നമ്മളല്ല, നിങ്ങൾ തന്നെ ചോദിച്ചറിയുക. എന്നിട്ട് ഈ അഭിപ്രായം കൊണ്ട് വരിക. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന എല്ലാ സ്ത്രീകളിലും ആ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുഴപ്പക്കാരാണ്. അതല്ലാത്ത പക്ഷം നമ്മളുടെ ജീവിതം നമ്മളുടെ മാത്രം ജീവിതമാണ്. കാരണം നമ്മൾ അനുഭവിച്ച് തീർത്ത് ആ അവസ്ഥയിൽ നിന്ന് കര കയറി വന്നിരിക്കുമ്പോൾ വീണ്ടും കുത്തി നോക്കാൻ വരേണ്ട ആവശ്യമില്ല.